ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മളെ അക്വപോണിക്സ് സിസ്റ്റത്തിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഈ സിൻഡെക്സ് ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിൻഡെക്സ് ബോക്സ് എന്ന് പറഞ്ഞാൽ ആ സിൻഡെക്സ് എന്നുള്ള കമ്പനിയുടെ പേരാണ്. അതുപോലെ ഈ ബോക്സ് ഒരു മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. കാര്യം ഫയർ പ്രൂഫുമാണ്, അതുപോലെ വാട്ടർ പ്രൂഫുമാണ്. പിന്നെ നമുക്ക് ഡ്രിൽ ചെയ്യാനൊക്കെ സുഖമാണ്. അത് മെറ്റലല്ല, എന്നാൽ പ്ലാസ്റ്റിക്കും അല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ സെലക്ട് ചെയ്തത്, നമുക്ക് ശരിക്കും ഒരു പ്ലഗും സ്വിച്ചും മതി. പക്ഷേ ഞാനിനി എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 6MD ബോക്സാണ്. അതുപോലെ നമ്മുടെ ടൈമറും കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ ആ സൈസിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവ് എടുത്തു കൊടുത്താൽ ഇതന്നെ വ്യത്യസ്ത അളവിൽ കിട്ടും ബോക്സ്. ഇതിനൊരു ഡോറിനൊരു സീലൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി. അതുപോലെ റബ്ബർ ഗ്യാസ്കറ്റ് അതിന് കറക്റ്റ് സീൽ ചെയ്യാം, അപ്പോൾ വെള്ളമൊന്നും ഇതിലേക്ക് കയറില്ല. ഇത് ഞാൻ മഴയത്താണ് വെച്ചിട്ടുള്ളത്, പക്ഷെ എന്നാലും ഒരു തുള്ളി വെള്ളം ഉള്ളിൽ കയറില്ല. പിന്നെ ഇതിന് ഇങ്ങനെ 2 ലോക്കുണ്ട്. അതുപോലെ ഇവിടെ ഇത് വേറൊരു ലോക്കുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇതിലിപ്പോൾ അവർ കമ്പനി തരുന്ന ഒരു സ്ക്രൂ ആണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഓൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പിന്നെ പ്രശ്നം വരുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു വലിയൊരു ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം, കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 ലോക്കുണ്ട്. ഇത് രണ്ടും SS ആണ്, തുരുമ്പെടുക്കില്ല എന്നാണ് പറഞ്ഞത്. 304 ഏതാണെന്നറിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് കണ്ടില്ല, എനിക്കിപ്പോൾ ഈ സർക്യൂട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ മേലെ കൂടെ, പക്ഷേ ഞാനത് കൊടുത്തിട്ടുള്ളത് താഴെ കൂടെ മാത്രമാണ്. താഴെ മാത്രമേ ഇതിന് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മേലെ ഇവിടെ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴവെള്ളം അതിൽ കയറിയിട്ട് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ മേലെ കൂടെ ഹോളാക്കാതെ ശ്രദ്ധിക്കുക. ഇടുന്ന ഹോള് നമ്മൾ താഴെ കൂടെ ഇതുപോലെ താഴെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ താഴെ കൂടെ എന്തായാലും വെള്ളം കയറില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, വിലയൊക്കെ പല രീതിയിലാണ്. ഒരേ കമ്പനീൻ്റെ സാധനം തന്നെ പല ഷോപ്പുകളിലും പല വിലയാണ്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ കോട്ടക്കലാണ്, എനിക്ക് കിട്ടിയിട്ടുള്ളത് 1200 രൂപയാണ് ഇതിന്. കുഴപ്പമില്ല, നമുക്ക് ഇൻസ്റ്റാളേഷനൊക്കെ സുഖമാണ്. ഇൻസ്റ്റാളേഷൻ ഇത് കണ്ടില്ല, ഒരു കമ്പി വേലിയാണ് എൻ്റെത് പുറത്തുള്ളത്. അതിലിങ്ങനെ ബാക്കിൽ 2 സ്ട്രിപ്പ് വെച്ചിട്ട് അതിനകത്ത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സെറ്റിങ്.